അതെ, സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളൂ. കൂടെ റീനു. നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ആരാ കൂടുതൽ റൊമാൻറ്റിക് എന്നല്ലേ? ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സൊക്കെ അല്ലേ, അവരെപ്പോൾ പുറത്തു പോയാലും ഈ പെൺകുട്ടികളെ വിളിക്കും. ഫോൺ വാങ്ങാനും ഡ്രസ്സ് വാങ്ങാനും, എന്തിന് അസൈൻമെൻറ്റ് പേപ്പർ വാങ്ങണമെങ്കിൽ പോലും ഇവരെ കൂടെ കൊണ്ടുപോട്ടോ. എന്നാൽ ഇവർ കൂടെ ചെല്ലത്തില്ല. അവിടെ വഴക്ക് തുടങ്ങും. ഇനി പെൺപിള്ളേരോ, അതായത് നമ്മൾ എന്ത് കൊച്ചു കാര്യം ഉണ്ടെങ്കിലും ഓരോ ഫോൺ വിളിക്കും. ആ വിശേഷം മുഴുവൻ അവരോട് പറയുന്നവരെ നമുക്കൊരു സ്വസ്ഥതയില്ല. ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും പറയും. ആൺപിള്ളേരോ ഫോൺ എടുക്കത്തില്ല. ഇനി എടുത്താൽ തന്നെ ചോദിക്കും, ഇത് പറയാനാണോ നീ എന്നെ വിളിച്ചതെന്ന്. പ്രണയത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടത് ഇമോഷണൽ സപ്പോർട്ടാണ്. അവിടെയാണ് റൊമാൻസ്. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ കടയെല്ലാം വരുന്നതിലും സന്തോഷം സംസാരിച്ചിരിക്കുന്നതാ എന്ന് വെച്ച് ആൺപിള്ളേർ റൊമാൻറ്റിക് അല്ല എന്ന് ഞാൻ പറയില്ല. എങ്ങനെ പറയും? സർവേ പറഞ്ഞേക്കുമല്ലേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ റൊമാൻറ്റിക് ആണ്. ആണോ? ഒന്ന് മെസ്സേജ് ചെയ്യൂ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് മെസ്സേജ് ചെയ്യാനുള്ള നമ്പർ 56070. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. Romance and being romantic is the key factor in any relationship. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. പല റിലേഷൻഷിപ്സിലും കാണുന്ന എന്താണെന്നറിയോ? ആദ്യമൊക്കെ 2 പേരും ഭയങ്കര സ്നേഹം കാണിക്കും. എന്നാൽ സമയം കഴിഞ്ഞ് പോകുന്തോറും ആ സ്നേഹം ദൃഢമാകും, പക്ഷേ എക്സ്പ്രസ് ചെയ്യുന്നത് കുറയും. അങ്ങനെ വന്നിട്ട് എന്താ കാര്യം? പറഞ്ഞറിയിക്കാതെ ഉള്ളിൽ സ്നേഹം വെച്ചോണ്ടിരുന്ന മറ്റേയാൾക്ക് മനസ്സിലാവോ? ഓ ഇല്ലെന്നേ. അതിന് ഈ റൊമാൻസ് കാണിക്കണം. എന്നാലാണ് ആ റിലേഷൻഷിപ്പ് ഒരുപാട് കാലം മുന്നോട്ട് പോകൂ. ജീവിതകാലം മുഴുവനും ഇഷ്ടപ്പെടുന്ന ഇയാൾ കൂടെ വേണ്ടേ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ പക്ഷെ റീനു കൂടെ ഉണ്ടാവും 12 മണിവരെ. ഈ റൊമാൻറ്റിക് സോങ്സ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ട്. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. മനസ്സിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ പെൺപിള്ളേരുടെ പോലെ പൈങ്കിളിയായിട്ടത് കാണിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് റീനുവിന് മെസ്സേജ് ചെയ്തത് അഖില. റീനു ഒന്നും പറയണ്ട, കൂടുതൽ റൊമാൻറ്റിക് ആയിട്ടുള്ളത് പെൺപിള്ളേര് തന്നെയാ എന്ന് അമ്മു, സിമി, അഞ്ജലി, രഞ്ജിനി അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ പറഞ്ഞു. പക്ഷെ ഫേസ്ബുക്കിൽ ഒത്തിരി പേരും പറയുന്ന ആൺകുട്ടികളാണ് റൊമാൻറ്റിക് എന്നാ. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് അഖിലിൻ്റെ മെസ്സേജിലേക്ക് തിരിച്ചു പോവാം. റൊമാൻസ് ഉള്ളിലുണ്ട്, കാണിക്കണമെന്ന് നിർബന്ധമുണ്ടോന്നല്ലേ അഖിൽ ചോദിച്ചേ? എൻ്റെ അഖിൽ, മനസ്സിൽ സ്നേഹമുണ്ട്, പക്ഷെ ഞാൻ തുറന്നു പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും പ്രണയം കിട്ടുമോ? അതുപോലെ തന്നെയാണ് ഈ റൊമാൻസും. എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ കാണിക്കത്തില്ല. ആർക്കറിയാനാടോ ഇയാളുടെ ഉള്ളിൽ റൊമാൻസ് ഉണ്ടെന്ന്? ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കണ്ടേ? വേണ്ടേ? ഇനി മുതൽ ഇങ്ങനെ ഉള്ളി വെച്ചോണ്ടിരിക്കേണ്ട, സ്നേഹമൊക്കെ ഒന്ന് തുറന്ന് കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു അടുത്ത പാട്ടിലേക്ക് പോവുക. മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. യു ആർ മൈ റീസൺ ടു ലിവ്. യു കെയിം ഇൻ ടു മൈ ലൈഫ് and made me complete. Each time I see you, my heart skips a beat. For you are the one God sent from above, the angel I needed, for whom I do love. ഇഷ്ടപ്പെടുന്ന ആൾ ജീവിതത്തിലേക്ക് വരുമ്പോഴല്ലേ നമ്മളെല്ലാവരും കംപ്ലീറ്റ് ആവുന്നേ. ആളെ കണ്ടുപിടിച്ചോ? അങ്ങനെയുള്ളവർക്ക് സന്തോഷം. നീ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും സാരമില്ല കേട്ടോ. നമുക്കെങ്ങനെ ദിവസവും അന്വേഷിച്ചുകൊണ്ടിരിക്കാം. വിചാരിക്കാത്തൊരു നിമിഷത്തിലായിരിക്കും അയാൾ മുന്നേ വരുന്നത് അല്ലേ? എനിക്ക് പോകാൻ സമയമായിട്ടോ. ബിഫോർ ഐ ഗോ, ലെറ്റ് മീ സേ ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസണിങ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. റീനു സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.